ടോം ആൻഡ് ജെറി. ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലിടം പിടിച്ച രണ്ട് ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ രണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ടോം ആൻഡ് ജെറി. വർഷങ്ങളായി ഒരുപാട് തലമുറകളുടെ മനസ്സിലിടം പിടിച്ച് ഇനി ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കുട്ടിക്കാല ഓർമ്മകളാണ് ടോം ആൻഡ് ജെറി. ഒരിക്കലെങ്കിലും ടോം ആൻഡ് ജെറി കാണാത്തവരായി ഇവിടെ ആരും ഉണ്ടാകില്ല. സോ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഒരുപാട് ചിരി പടർത്തിയ ഈ ടോം ആൻഡ് ജെറിയെ കുറിച്ച് വളരെ രസകരമായ ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ടോം ആൻഡ് ജെറിയെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. സോ അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇവിടെ ബെല്ലൈക്കൺ ഓണാക്കിയ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടില്ല. സോ ബെല്ലൈക്കൺ ഓണാക്കാൻ ഒരിക്കലും മറക്കരുത്, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 1940 വില്യം അന്ന, ജോസഫ് ബാർബറ എന്ന് പറയുന്ന രണ്ടാളുകളാണ് ടോം ആൻഡ് ജെറി ക്രിയേറ്റ് ചെയ്തത്. അവരാണ് ടോം ആൻഡ് ജെറിയുടെ ക്രിയേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം, ഈ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ഈ പൂച്ചയുടെയും എലിയുടെയും ആദ്യത്തെ പേര് ജാസ്പർ ആൻഡ് ജിനക്സ് എന്നായിരുന്നു. അതായത് ഈ ജാസ്പർ എന്ന് പറഞ്ഞാലാണ് ഈ ടോം, അതുപോലെ ജിനക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറി. അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ എപ്പിസോഡ് വളരെ വിജയകരമായാണ് നടന്നത്. ഇതിനുശേഷം ഇവരുടെ ക്രിയേറ്റേഴ്സിന് ഇവരുടെ പേരൊന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നി. അങ്ങനെ അവരുടെ സ്റ്റുഡിയോയിൽ അവരുടെ എംപ്ലോയീസിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്തി. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ ജോൺ കാർ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത്, ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ഈ ഒരു പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ വിജയമായി പ്രഖ്യാപിക്കുകയും ഈ ഒരു പേര് പിന്നീട് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ടോം ആൻഡ് ജെറി എന്ന പേര് അവർക്ക് ലഭിച്ചത്. രണ്ടാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. ടോം ആൻഡ് ജെറി എപ്പോഴും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ടോം ആൻഡ് ജെറിയിലെ ഒരു ക്യാരക്ടറാണ് അതിലെ മമ്മി. ഈ ടോം ഒരു വീട്ടിലെ പൂച്ചയാണ്. ഈ ടോമിൻ്റെ ഉടമസ്ഥയാണ് ഈ മമ്മി. അപ്പോൾ ഈ മമ്മിയുടെ മുഖം അവർ കാണിക്കാറില്ല. എപ്പോഴും രണ്ട് കാലുകൾ, ഈ മമ്മിയുടെ രണ്ട് കാലുകളാണ് അവർ ഈ ടോം ആൻഡ് ജെറി കാണിക്കാറുള്ളത്. ഇത്രയും എപ്പിസോഡ് ചെയ്തിട്ടും ഒരൊറ്റ എപ്പിസോഡിൽ മാത്രമാണ് ഈ ഒരു സ്ത്രീയുടെ മുഖം കാണിച്ചത്. ബാക്കിയുള്ള എപ്പിസോഡിലെല്ലാം ഇവരുടെ കാലാണ് കാണിച്ചത്. സാറ്റർഡേ ഈവനിങ് ബസ് എന്ന് പറയുന്ന 1950 ഇറങ്ങിയ ഒരു എപ്പിസോഡിൽ മാത്രമാണ് ഈ ഒരു സ്ത്രീയുടെ മുഖം കാണിച്ചത്. അത് തന്നെ മുഴുവനായി കണ്ടിട്ടില്ല, ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഒരു സ്ത്രീയെ അവർ കാണിച്ചത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോം ആൻഡ് ജെറിയുടെ ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ ഈ ടോമിന് ഒരുപാട് വ്യത്യസ്തനായിരുന്നു. അതായത് സാധാരണ ഒരു പൂച്ചയെ പോലെ കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ടായിട്ട് സാധാരണ പൂച്ചയെ പോലെ 4 കാലിലായിരുന്നു നടത്തം. പിന്നീട് അത് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഒരുപാട് എപ്പിസോഡുകൾ ചെയ്ത് ഇപ്പോൾ ഉള്ള ടോമായി മാറി. പക്ഷേ ജെറിക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെ, അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ടോം ആൻഡ് ജെറിക്ക് 7 ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, 6 എണ്ണത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ടോം ആൻഡ് ജെറി അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. ചേട്ടാ കറണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ അകത്ത് കറണ്ട് പോയതാണ്. ഒരുപാട് തവണ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ കറണ്ട് അല്ലേ. സോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 1940 മുതൽ തുടങ്ങിയ ടോം ആൻഡ് ജെറിയുടെ വയസ്സ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 78 വയസ്സായി കാണും. 1965 മുതലാണ് ഇത് ആദ്യമായി ടെലിവിഷനിലേക്ക് വന്നത്. അതിൽ തന്നെ വലിയൊരു വിജയമായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ 1975 മുതലാണ് അവർ ആക്ച്വലി അവർ ഫ്രണ്ടായി മാറിയത്. അതായത് ആ ഒരു എപ്പിസോഡിൽ അവർ കുറേ ട്രാവൽ ചെയ്തു, അതുപോലെ ഒരുപാട് സ്പോർട്സ് മത്സരങ്ങൾ പങ്കെടുത്തു. പക്ഷേ അങ്ങനെ അതിൽ അവർ ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിലും അത് അധികകാലം നീണ്ടുന്നില്ല, അവർ വീണ്ടും ശത്രുക്കളായി മാറി. അങ്ങനെ ഈ ടോം ആൻഡ് ജെറിയുടെ ലാസ്റ്റ് എപ്പിസോഡിൽ ടോമിന് ജീവിതം അടുക്കുകയും അങ്ങനെ ജെറിയും ടോമും കൂടി ചേർന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായി നമുക്കിനി കാണാം. ബൈ.